കെ.എസ്.എസ്.പി.എ മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി ജൂലൈ 1 കരിദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. മണ്ണാർക്കാട് ട്രഷറിക്ക് മുൻപിൽ നടന്ന പ്രതിഷേധം കെ.എസ്.എസ്.പി.എ ജില്ലാ സെക്രട്ടറി കെ.എം. മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം ജൂലൈ 1 നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണം ഇതുവരെയും നടപ്പിലാക്കാതെ ഒരു കമ്മീഷനെ പോലും നിയമിക്കാത്ത പിണറായിയുടെ സർക്കാർ 5 വർഷത്തിൽ നടത്തുന്ന പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കമാണ് നടത്തുന്നതെന്ന് കരിദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴുള്ള വിശദീകരണ യോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നിൽ നമ്മളെല്ലാവരും പേപ്പറിൽ കണ്ടതാണ്. സെക്രട്ടേറിയറ്റിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം ഫയലുകളാണ് പെൻഡിങ് കിടക്കുന്നത്. ഞങ്ങൾ പറയുന്ന അതിൽ ഒരു ഫയൽ ഞങ്ങളെ സംബന്ധിക്കുന്നതാണ്. കഴിഞ്ഞ 2024 ജൂലൈ 1 ശമ്പള പെൻഷൻ പരിഷ്കരണം നിലവിൽ വരേണ്ടതാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പെൻഷൻകാരായിട്ട് തന്നെ ഏതാണ്ട് 5,60,000-ഓളം ആൾ ഈ കേരളത്തിലുണ്ട്. ജീവനക്കാരുമുണ്ട് അത്രയും തന്നെ. 11 ലക്ഷം കുടുംബാംഗങ്ങളെ ബാധിക്കുന്ന ഒരു ഫയലാണ് കേരളത്തിന്റെ സർക്കാർ ഈ 3 ലക്ഷം ഫയലുകളിലൊന്ന്. നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗോപി പൂന്തോട്ടത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആസീസ് ഭീമനാട്, കെ.എസ്.എസ്.പി.എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പുളിയങ്കോട്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ കെ.ജി. ബാബു, വി. സുകുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ തോമസ് ആന്റണി, കെ.സി.എം. ബഷീർ, മോഹനൻ സി.ജി, ജയപ്രകാശൻ, ഉസ്മാൻ, ദാമോദരൻ നമ്പീശൻ, ആലീസ് ആന്റണി, ജോളി ജോൺ, വി. ഡി. പ്രേംകുമാർ, ഷാജി ആന്റണി, നാസർ പാറക്കോട്, മുഹമ്മദ് അലി പോത്തുകാടൻ, അബൂബക്കർ, സുലൈമാൻ എന്നിവർ സംസാരിച്ചു. തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു.